Hello, my dear students. Welcome to Learner's World. Today, I talk about a poem, No Men Are Foreign by James KIRKUP. The title, No Men Are Foreign, means the no men belong to another country. The poet wants to say that all men are same, all men are equal. He wants to promote the concept of universal brotherhood. In this poem, the poet wants to tell us that everyone in this world is same. All people, all men are same. They each live, die the same way. Everyone gets the boundaries of nature like sunshine, land, etc. in equal measure. Okay, let's move on the introductory part of James KIRKUP. James KIRKUP, he was born on 23 April 1980 in South Shields, Durham. അദ്ദേഹം 23 ഏപ്രിൽ 1980 സൗത്ത് ഷീൽഡിൽ ദറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലാണ് അദ്ദേഹം ബോൺ ചെയ്തത്. ഈ കംപ്ലീറ്റഡ് ഹിസ് എഡ്യൂക്കേഷൻ ഫ്രം സൗത്ത് ഷീൽഡ്സ് ഹൈസ്കൂൾ ആൻഡ് ദറം യൂണിവേഴ്സിറ്റി. അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൗത്ത് ഷീൽഡ് ഹൈസ്കൂളിലും അതുപോലെ ദറം യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഹി വാസ് ബോൺ വിത്ത് ആൻ ഇൻബോൺ സെൻസ് ഓഫ് ഡീപ്പ് സോളിറ്റ്യൂഡ് ആൻഡ് അപ്പാർട്ട്നെസ്. ഹി വാസ് ആൻ ഓഡ് ബോയ് ഔട്ട് സിൻസ് ഹിസ് സ്കൂൾ ഡേയ്സ്. അതായത് അദ്ദേഹം ഇൻബോൺ സെൻസ് ഓഫ് ഡീപ്പ് സോളിറ്റ്യൂഡ്, അതായത് അദ്ദേഹം ബോൺ ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹം ജനിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരു ഏകാന്തത ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ഓഡ് ബോയ് ആയിരുന്നു, അതായത് ഒരു അസാധാരണമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു സ്കൂൾ ഡേയ്സിലൊക്കെ ജെയിംസ് കിർക്കപ്പ് എന്നാണ് പറയുന്നത്. He openly demonstrated his protest against the Second World War and spent his time working as an agricultural laborer during those days. അദ്ദേഹം ഈ ഒരു സെക്കൻഡ് വേൾഡ് വാറിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജെയിംസ് കിർക്കപ്പ്. ആ സമയത്ത് അദ്ദേഹം അഗ്രികൾച്ചറൽ ലേബററായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. Unsuccessful career as a school teacher in England in 1956, he moved to Japan. അദ്ദേഹത്തിൻ്റെ സ്കൂൾ ടീച്ചർ എന്നുള്ള ഒരു കരിയർ അൺസക്സസ്ഫുൾ ആയിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് 1956 അദ്ദേഹം ജപ്പാനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇൻ 1988 ഹി മൂവ്ഡ് പെർമനൻ്റ്ലി ടു ആൻഡോറ വെർ ഹി കണ്ടിന്യൂഡ് ടു റൈറ്റ് പ്രൊളിഫിക്കലി. അങ്ങനെ 1988 അദ്ദേഹം പെർമനൻ്റ്ലി ആൻഡോറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേസിലേക്ക് അദ്ദേഹം മൂവ് ചെയ്തു. അവിടെ നിന്നാണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഡയഡ് ഇൻ 2009. ഹിസ് ലിറ്റററി കരിയർ വാസ് മോഡൽഡ് ഓൺ ഡിലൻ തോമസ് ആൻഡ് ദ സർറിയലിസ്റ്റ്. അപ്പോൾ ഡിലൻ തോമസിൻ്റെ വർക്ക്സും അതുപോലെ സർറിയലിസ്റ്റിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, അവരൊക്കെ മോഡലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ജെയിംസ് കിർക്കപ്പ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ലിറ്റററി കരിയറിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയും. His published works include collection of poetry, autobiography, translation of numerous works, travel writings and obituaries. അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്ക്സ് കളക്ഷൻ ഓഫ് പോയട്രി, അതുപോലെ ഓട്ടോബയോഗ്രഫി, ട്രാൻസ്ലേഷൻ ഓഫ് ന്യൂമറസ് വർക്ക്സ്, ട്രാവൽ റൈറ്റിംഗ്സ് ആൻഡ് ഒബിച്വറീസ് മീൻസ് അതായത് ചരമക്കുറിപ്പുകളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആൻഡ് ഹിസ് പോയംസ്, അദ്ദേഹം ഒരുപാട് പോംസ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഡ്രോൺ സെയിലർ പബ്ലിഷ് ഇൻ 1947 ആൻഡ് ദ സബ്മേഴ്സ്ഡ് വില്ലേജ് ആൻഡ് അതർ പോംസ് ഇറ്റ് പബ്ലിഷ് ഇൻ 1951. എ കറക്റ്റ് പാഷൻ ആൻഡ് അതർ പോംസ് ഇറ്റ് പബ്ലിഷ് ഇൻ 1952. ദ ഡെസെൻഡ് ഇൻ ടു ദ കേവ് ആൻഡ് അതർ പോംസ് ഇറ്റ് പബ്ലിഷ് ഇൻ 1957. ആൻഡ് മാസ്റ്റർ ബേ it published in 2008. His publication of The Love That Dares to Speak Its Name, in which he described Jesus as a gay, invited much controversy. അതായത് ദീസ് ആർ ദ പോംസ് ഓഫ് ജെയിംസ് കിർക്കപ്പ് ആൻഡ് ഹിസ് പബ്ലിക്കേഷൻ ദ ലവ് ദാറ്റ് ഡെയർസ് ടു സ്പീക്ക് ഇറ്റ്സ് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വർക്കിൽ അദ്ദേഹം ജീസസ് ഒരു ഗേ ആണെന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ മൂലം അദ്ദേഹത്തിന് ഒരുപാട് കോൺട്രവേഴ്സി നൽകിയിട്ടുള്ള ഒരു വർക്കാണ് ദ ലവ് ദാറ്റ് ഡെയർസ് ടു സ്പീക്ക് ഇറ്റ്സ് നെയിം എന്നുള്ള വർക്ക് എന്നാണ് പറയുന്നത്. He was elected a Fellow of the Royal Society of Literature in 1962. അദ്ദേഹത്തിന് 1962 അദ്ദേഹം ഒരു റോയൽ സൊസൈറ്റി ഓഫ് ലിറ്ററേച്ചറിൽ എലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവാർഡഡ് ദ സ്കോട്ട് മോംഗ്രീഫ് പ്രൈസ് ഫോർ ട്രാൻസ്ലേഷൻ 1992. ഓക്കെ,
ദ വേൾഡ് വിറ്റ്നസ്ഡ് എ സീരീസ് ഓഫ് വാർസ് ഇൻ 20th century. അതായത് 20th centuryയിൽ നമുക്ക് ഒരുപാട് വാറുകൾ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എ വാർ ഈസ് കോസ്ഡ് ബിക്കോസ് ടു കൺട്രീസ് ഡിഫർ ഇൻ കളർ, ക്രീഡ്, ജോഗ്രഫി ഓർ ലാംഗ്വേജ്. ഈ ഒരു വാറിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്, അതായത് രണ്ട് കൺട്രീസുകൾ തമ്മിലുള്ള, അതായത് കളറിൻ്റെയും അതുപോലെ ക്രീഡിൻ്റെയും ജോഗ്രഫി ലാംഗ്വേജിൻ്റെയും ഒക്കെ ഒരു ഡിഫറൻസ് മൂലമാണ് ഈ ഒരു വാറുകൾ ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. Myths of racial and cultural superiority are constructed to differentiate men from men. അതായത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതായത് വർണ്ണവെറിയും അതുപോലെ കൾച്ചറൽ സുപ്പീരിയോറിറ്റിയും ഒക്കെ മൂലം ആളുകൾ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ഉണ്ടായത് കൊണ്ടാണ് ഈ വാറുകൾ ഉടലെടുത്തത് എന്നാണ് പറയുന്നത്. Artists and creative writers aim at changing the world around them by removing the imaginary boundaries. അപ്പോൾ ആർട്ടിസ്റ്റുകളും അതുപോലെ റൈറ്റേഴ്സുടെ ഒക്കെ അവരുടെ വർക്സിൽ ശ്രമിച്ചിരുന്നത് ഈ ഒരു ബൗണ്ടറീസ് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവരൊക്കെ ശ്രമിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. തീം ഓഫ് ദ പോം ഇസ് ദ ഹ്യൂമാനിറ്റി ഇൻ ഈച്ച് ഹ്യൂമൻ ബീങ്. ഈ ഒരു പോയത്തിൻ്റെ തീം എന്ന് പറയുന്നത്, അതായത് ഓരോ ഹ്യൂമൻ ബീങ്ങിലും ഹ്യൂമാനിറ്റി, മനുഷ്യത്വം ഉണ്ട് എന്നാണ് പറയുന്നത്. ഓരോ മനുഷ്യരിലും എന്തുണ്ട്, മനുഷ്യത്വം ഉണ്ട് എന്ന് ആണ് ഈ ഒരു പോയത്തിൻ്റെ തീം. ദ പോം റിട്ടൺ ഇൻ 1966 അഗെയിൻസ്റ്റ് സിനോഫോബിയ ആൻഡ് റേഷ്യൽ ഹേറ്റഡ്. ഈ ഒരു പോയം റിട്ടൺ ചെയ്തത് 1966 ഇത് അഗെയിൻസ്റ്റ് സിനോഫോബിയ മീൻസ് ഫിയർ ഓഫ് ഫോറിനേഴ്സ്, ഇതിനെയാണ് സിനോഫോബിയ എന്ന് പറയുന്നത്. അതുപോലെ റാഷ്യൽ ഹേറ്റഡ്, ഈ ഒരു സിനോഫോബിയക്കെതിരെയും അതുപോലെ റാഷ്യൽ ഹേറ്റഡിനൊക്കെ എതിരെ ആയിട്ടുള്ള ഒരു പോമാണ് നമ്മളെ നോ മെൻ ആർ ഫോറിൻ എന്നിട്ടുള്ള പോം. ഇറ്റ് വാൺസ് ദ റീഡേഴ്സ് ഓഫ് ദ പെരിൽസ് ഓഫ് സെപ്പറേഷൻ. ഈ ഒരു പോമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പെരിൽസ് ഓഫ് സെപ്പറേഷൻ ആണ്, അതായത് ഈ സെപ്പറേഷൻ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. വാട്ട് എവർ യൂണിഫോം യു വിയർ യു ആർ എ ഹ്യൂമൻ ബീങ്. അതായത് നിങ്ങൾ ഏത് യൂണിഫോം ധരിച്ചാലും അതിൻ്റെ ഉള്ളിലുള്ള ഹ്യൂമൻ ബീങ് എന്താണ്, നിങ്ങളൊരു ഹ്യൂമൻ ബീങ് ആണെന്ന് പറയുന്നത്. അതിനുള്ളിലുള്ളത് നിങ്ങളൊരു ഹ്യൂമൻ ബീങ് ആണ്. ദ പോയറ്റ് ഷോസ് ദ ഹൊറർ ഓഫ് വാർ. അതുപോലെ നമുക്ക് ഈ ഒരു പോയറ്റിൻ്റെ വാറിനോടുള്ള ഹൊറർ നമുക്ക് കാണാൻ കഴിയും. ഹി സേസ് ദാറ്റ് വെൻ വി ഹെയ്റ്റ് അവർ ബ്രദേഴ്സ് വി ഹെയ്റ്റ് അവർ സെൽഫ്സ്. അതായത് പോയറ്റ് ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ നമ്മളുടെ ബ്രദേഴ്സിനെ, മറ്റുള്ളവരെ നമ്മൾ ഹെയ്റ്റ് ചെയ്താൽ അത് നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്നത് പോലെയാണെന്ന് പറയുന്നുണ്ട്. ദിസ് ഈസ് ആൻ ആൻറ്റി വാർ പോയം. ഇത് ഒരു ആൻറ്റി വാർ പോം ആണെന്നാണ് പറയുന്നത്. ദ പോയറ്റ് എംഫസൈസസ് ദ സിമിലാരിറ്റി ഓഫ് ഓൾ മെൻ ആൻഡ് വുമൺ ഇൻ ദ വേൾഡ്. അതായത് അതുപോലെ അദ്ദേഹം ഈ ഒരു പോയത്തിൽ എംഫസൈസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു വേൾഡിലുള്ള ഓൾ മെൻ ആൻഡ് വുമൺ ആർ സെയിം ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിൽ ആരും എന്തല്ല, ഫോറിനേഴ്സ് അല്ല, ആരും മന്യരല്ല, എല്ലാവരും സെയിം ആണെന്ന് ഇതിൽ പറയുന്നുണ്ട്. എ വാർ ഈസ് ഫൗട്ട് ബൈ കൺസ്ട്രക്റ്റിംഗ് ഇമാജിനറി ഡിഫറൻസസ് ബിറ്റ്വീൻ പീപ്പിൾസ്. ഈ ഒരു വാറ് ഉണ്ടാക്കുന്നത്, അതായത് പീപ്പിൾസിൻ്റെ ഇടയിൽ ഒരു ഡിഫറൻഷിയേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു വാറിൻ്റെ ലക്ഷ്യം എന്നാണ് പറയുന്നത്. Okay, let's move on to the line by line analysis of the poem No Men Are Foreign by James KIRKUP. Remember, no men are strange, no country is foreign. അപ്പോൾ ഹിയർ ദ പോയിറ്റ് സേസ് റിമെമ്പർ, ഓർമ്മിക്കുക നിങ്ങൾ, നോ മെൻ ആർ സ്ട്രേഞ്ച്, ഒരു മനുഷ്യനും എന്തല്ല സ്ട്രേഞ്ച് അല്ല, നോ കൺട്രി ഈസ് ഫോറിൻ, ഒരു കൺട്രിയും എന്തല്ല ഫോറിൻ അല്ല, ഒരു കൺട്രിയും അന്യരല്ല. ബിനീത്ത് ഓൾ യൂണിഫോംസ് എ സിംഗിൾ ബോഡി ബ്രീത്ത്സ്, ഓരോ യൂണിഫോമിൻ്റെ ഇടയിലും നമുക്കൊരു സിംഗിൾ ബോഡി ബ്രീത്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. ലൈക്ക് അവേഴ്സ് ദ ലാൻഡ് അവർ ബ്രദേഴ്സ് വാക്ക് അപ്പോൺ, ഈ ഒരു ലാൻഡ് എന്ന് പറയുന്നത് നമ്മളുടേതാണ്, അതുപോലെ തന്നെയാണ് നമ്മളുടെ ബ്രദേഴ്സ്, മറ്റുള്ളവരും ഈ ഒരു ലാൻഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നടക്കുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവരും ഈ ഒരു ലാൻഡിൽ നടക്കുന്നത്. ഈസ് എർത്ത് ലൈക്സ് ദിസ് ഇൻ വിച്ച് വി ഓൾ ഷോൾ ലൈ, നമ്മൾ ഈ ഭൂമിയിലാണെന്ത് ആഫ്റ്റർ ഡെത്ത്, അതായത് മരണശേഷം നമ്മൾ ഈ ഭൂമിയിലാണ് നമ്മൾ കിടക്കുന്നത്, അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും, എല്ലാവരും ഈ ഒരു ഭൂമിയിൽ തന്നെയാണ് മരണശേഷം കിടക്കുന്നത്. ദേ ടു അവെയർ ഓഫ് സൺ ആൻഡ് എയർ ആൻഡ് വാട്ടർ, അതുപോലെ എല്ലാവർക്കും എന്ത് വേണം, ഈ ഭൂമിയിലുള്ള സണ്ണും എയറും വാട്ടറും ഒക്കെ ആവശ്യമാണ്.
അതായത് നമുക്കുള്ളതുപോലെ തന്നെ എല്ലാവർക്കും ഈ ഭൂമിയിലുള്ള എയറും വാട്ടറും ഒക്കെ ആവശ്യമാണ്. ആർ ഫെഡ് ബൈ പീസ്ഫുൾ ഹാർവസ്റ്റ് ബൈ വാർസ് ലോങ് വിൻഡേഴ്സ് ഷാവർഡ്. അതായത് പീസ്ഫുൾ ആയിട്ടുള്ള സമയത്ത് അവർ ഹാർവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് അവർ കൊയ്ത്തൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ബൈ വാർസ് ലോങ് വിൻഡേഴ്സ് ഷാവർഡ്. പക്ഷെ വാർ ടൈം ഒരു ലോങ് വിൻ്ററിലാണ്, തണുത്ത വിൻ്ററിലാണ് വാർ ടൈം തണുത്ത ഒരു സമയത്താണ് വാർ ടൈം ഉണ്ടായിരുന്നത്. സ്റ്റാവ്ഡ്, ആ സമയത്ത് എന്ത് ചെയ്തു, അവർ പട്ടിണി കിടന്നു എന്നാണ് പറയുന്നത്. ദെയർ ഹാൻഡ്സ് ആർ അവേഴ്സ്, അവരുടെ കൈകളെല്ലാം ഞങ്ങളുടേത് കൂടിയാണ്. ആൻഡ് ഇൻ ദെയർ ലൈൻസ് വി റീഡ്, അവർ എഴുതിയിട്ടുള്ള ലൈൻസ് നമ്മൾ വായിക്കുന്നത് നമ്മളുടേതായിട്ടാണ്. എ ലേബർ നോ ഡിഫറെൻറ്റ് ഫ്രം അവർ ഓൺ, അതായത് അവർ നമ്മളിൽ നിന്ന് ഒരു ഡിഫറൻസും അവർക്കില്ല, അവരും നമ്മളെപ്പോലെ സെയിം ആണ്. റിമെമ്പർ ദേ ഹാവ് ഐസ് ലൈക്ക് അവേഴ്സ് ദാറ്റ് വേക്ക് ഓർ സ്ലീപ്പ് ആൻഡ് സ്ട്രെങ്ത് ദാറ്റ് ക്യാൻ ബി വൺ ബൈ ലവ്. അപ്പോൾ നമ്മളോട് പറയണേ, റിമെമ്പർ ദേ ഹാവ് ഐസ് ലൈക്ക് അവേഴ്സ്, അവർക്കും നമ്മളുടേതുപോലെ കണ്ണുകളുണ്ട്. ദാറ്റ് വേക്ക് ഓർ സ്ലീപ്പ്, അതെന്ത് ചെയ്യുന്നു, അത് കണ്ണ് അടയുകയും തുറക്കുകയൊക്കെ ചെയ്യുന്നു. ആൻഡ് സ്ട്രെങ്ത് ദാറ്റ് ക്യാൻ ബി വൺ ബൈ ലവ്, പിന്നെ നമുക്ക് സ്നേഹത്തിലൂടെയാണ് സ്ട്രെങ്ത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ഇൻ എവരി ലാൻഡ് ഈസ് കോമൺ ലൈഫ് ദാറ്റ് ഓൾ ക്യാൻ റെക്കഗ്നൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്, അതായത് എല്ലാ സ്ഥലത്തും ഒരു കോമൺ ലൈഫാണ് നടക്കുന്നത്. അതെന്താണ്, നമുക്ക് എല്ലാവരും അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലെറ്റ് us റിമെമ്പർ whenever we are told to hate our brothers it's ourselves. പിന്നെ പറയുന്നത് ലെറ്റ് us റിമെമ്പർ, അതായത് നമ്മൾ ആരെങ്കിലും നമ്മളുടെ ബ്രദേഴ്സിനെ നമ്മൾ ഹെയ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ ഹെയ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ദാറ്റ് വി ഷോൾ ഡിസ്പോസസ് ബിട്രേ കണ്ടം റിമെമ്പർ വി വു ടേക്ക് ആംസ് അഗൈൻസ്റ്റ് ഈച്ച് അതർ. അതുപോലെ നമ്മൾ ആരെങ്കിലും ബിട്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ബിട്രേ ചെയ്ത പോലെയാണ്. അതുപോലെ നമ്മൾ ആരെങ്കിലും ആം ചെയ്തിട്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഉപദ്രവിക്കുന്നത് പോലെയാണെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഹ്യൂമൻ എർത്ത് ദാറ്റ് വി ഡിഫൈൽ അവർ ഹെൽസ് ഓഫ് ഫയർ ആൻഡ് ഡസ്റ്റ് ഔട്ട്റേജ് ദ ഇന്നസെൻസ്. അപ്പോൾ ഈ ഒരു വാറ് മൂലം നമ്മളുടെ ഇന്നസെൻസ് ആയിട്ടുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയറിനെ, ഈ ഒരു അന്തരീക്ഷത്തിനെ നശിപ്പിക്കുകയാണെന്നാണ് പറയുന്നത്. ഓഫ് എയർ ദാറ്റ് ഈസ് എവരിവെയർ അവർ ഓൺ, അതായത് ഈ ഒരു അന്തരീക്ഷത്തിലുള്ള എയർ എല്ലാവർക്കും വേണം, നമുക്കും വേണം, അതുപോലെ എല്ലാ ആളുകൾക്കും ആവശ്യമാണെന്നാണ് പറയുന്നത്. റിമെമ്പർ നോ മെൻ ആർ ഫോറിൻ നോ കൺട്രി സ്ട്രേഞ്ച്. അപ്പോൾ നമ്മളോട് പറയുകയാണ്, റിമെമ്പർ നോ മെൻ ആർ ഫോറിൻ, ആരും എന്തല്ല, ഫോറിനേഴ്സ് അല്ല, ആരും അന്യരല്ല, ആരും വിദേശികളല്ല. ആൻഡ് നോ കൺട്രി സ്ട്രേഞ്ച്, ഒരു രാജ്യവും അന്യരല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പോം എൻഡ് ചെയ്യുന്നത്. Then I talk about literary devices used in this poem. Rhyming scheme. Rhyming scheme is used in this poem. The entire poem is written in free verse. ഈ ഒരു പോയം എഴുതിയിട്ടുള്ള ഫ്രീ വേഴ്സിലാണ്. സോ there is no rhyme scheme in the poem. ഈ ഒരു പോയത്തിൽ അതുകൊണ്ട് റൈം സ്കീം ഇല്ല എന്നാണ് പറയുന്നത്. ദെൻ alliteration is another literary device used in this poem. The repetition of a consonant sound in two or more closely placed words is called alliteration. Alliteration എന്ന് പറഞ്ഞാൽ repetition of two consonant sound ആണ് alliteration. Example, body breathes. Here B is a consonant sound repeated 2 times. So alliteration is used in this poem. And another literary device is metaphor. Metaphor is used in this poem. It is a figure of speech that is used to make a comparison between two things not used in like or as. അതായത് മെറ്റഫർ എന്ന് പറയുന്നത് ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. ഇത് ടു തിങ്സിനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണെന്നാണ് പറയുന്നത്. അതായത് സിമിലി പോലെ ലൈക്കും ആസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ഇത് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മെറ്റഫർ. ഹിയർ ഇൻ ദിസ് പോം വി ക്യാൻ സീ an example of metaphor. War time is compared to the winter season is the example of metaphor. Okay. Then another literary device is metonymy. Metonymy using closely associated words instead of the original words. അതായത് ഒരു ഒറിജിനൽ വേർഡിന് പകരം ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള വേർഡ് യൂസ് തന്നെയാണ് മെറ്റോണിമി എന്ന് പറയുന്നത്. ഇൻ ദിസ് പോം വി ക്യാൻ സീ example of metonymy. Beneath all uniforms a single body breathes. This is example of metonymy.
Uniform refers to the military of different countries. Here uniform refers to the military of different countries. It is the example of metonymy. Then another literary verse used in this poem is transferred epithet. An adjective transferred from animate to inanimate things. അതായത് ഒരു ഇനാനിമേറ്റ് തിങ്സിനെ ക്വാളിഫൈ ചെയ്യുന്നതാണ് ട്രാൻസ്ഫർഡ് എപ്പിത്തേറ്റ് എന്ന് പറയുന്നത്. ഹിയർ വി ക്യാൻ സീ എക്സാമ്പിൾ ഓഫ് ട്രാൻസ്ഫർഡ് എപ്പിത്തേറ്റ്. പീസ്ഫുൾ ഹാർവസ്റ്റ് ബൈ വാസ് ലോങ് വിൻഡേഴ്സ് ഷാവർഡ്. ഹിയർ പീസ്ഫുൾ ഹാർവസ്റ്റ് ഈസ് ട്രാൻസ്ഫർഡ് എപ്പിത്തേറ്റ്. Okay, I conclude today's discussion. Thank you for watching our video. If you are interested, please subscribe, comment, share, like. Thank you.